നമസ്കാരം. യു.എസും ഇസ്രയേലും ഇറാനിൽ ആക്രമണം ശക്തമാക്കുകയും ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അമേരിക്കൻ മണ്ണിൽ വൻ ഭീകരാക്രമണ ഭീഷണിയുണ്ടെന്ന് മുന്നറിയിപ്പ്. ഇറാൻ അനുകൂലികളായ സ്ലീപ്പർ സെല്ലുകളും തീവ്രവാദികളും തിരിച്ചടിക്ക് ഒരുങ്ങുന്നതായിട്ടാണ് അമേരിക്കയിലെ ഉന്നത സുരക്ഷാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. മുൻ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് സീനിയർ അഡ്വൈസറും സീക്രട്ട് സർവീസ് സൂപ്പർവൈസറുമായ ചാൾസ് മാരിനോയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. ഭീഷണികളെ നേരിടാൻ അമേരിക്കയിലുടനീളം ഫെഡറൽ കൗണ്ടർ ടെറർ സംഘങ്ങൾ അതീവ ജാഗ്രതയിലാണ്. അമേരിക്ക ഇപ്പോൾ നേരിടുന്നത് ഇറാൻ അനുകൂലികളായ ഒറ്റപ്പെട്ട വ്യക്തികളിൽ നിന്നുള്ള ആക്രമണങ്ങളും സ്ലീപ്പർ സെല്ലുകളിൽ നിന്നുള്ള ഭീഷണികളും ഒത്തുചേരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണെന്ന് ചാൾസ് മാരിനോ ഡെയിലി മെയിലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. 10, 15, 20 പേരടങ്ങുന്ന ഒരു സംഘം ഒരേ സമയത്ത് അല്ലെങ്കിൽ തുടർച്ചയായോ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരമെന്ന് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ലക്ഷ്യമിടുന്ന ഭീകരർ ജനക്കൂട്ടമേറുന്ന സോഫ്റ്റ് ടാർഗറ്റുകളായിരിക്കും ലക്ഷ്യം വെക്കുകയെന്നും മുന്നറിയിപ്പ് നൽകുന്നു. സംഗീത പരിപാടികൾ, കായിക മത്സരങ്ങൾ, പൊതുസ്ഥലങ്ങൾ, വൻ ജനക്കൂട്ടം ഒത്തുചേരുന്ന ഇടങ്ങൾ എന്നിവ ആക്രമിക്കപ്പെട്ടേക്കാം. വരാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളാണ് ഏറ്റവും വലിയ ആശങ്കയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ദേശീയതലത്തിൽ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ലോകകപ്പ് ലോകമെമ്പാടുമുള്ള ആളുകളെയും മാധ്യമ ശ്രദ്ധയും ആകർഷിക്കുമെന്നതിനാൽ തന്നെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇത് ലക്ഷ്യമിട്ടേക്കാം. 2008 ഇന്ത്യയിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ ഒരേ സമയം പലയിടങ്ങളിൽ സംഘങ്ങളായി തിരിഞ്ഞ് ആക്രമണം നടത്തുന്ന രീതി അമേരിക്കയിലും ഉണ്ടായേക്കാമെന്നും മറിനോ ആശങ്കപ്പെടുന്നു. എല്ലാ ഭീഷണികളും സാധ്യതകളും ഒരേ സമയം ഒത്തുചേരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് പറഞ്ഞ മറിനോ രാജ്യവ്യാപകമായി സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഉടൻ നിലവിൽ വരുന്നതിനായി മുന്നറിയിപ്പ് നില ഔദ്യോഗികമായി ഉയർത്താൻ ആഭ്യന്തര സുരക്ഷാ വകുപ്പിനോട് ആവശ്യപ്പെട്ടു. FBI-യും ആഭ്യന്തര സുരക്ഷാ വകുപ്പും തങ്ങളുടെ ഭീകരവിരുദ്ധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ അതീവ ജാഗ്രതയിലാക്കിയ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ മുന്നറിയിപ്പ്. സാധ്യമായ ആക്രമണ പദ്ധതികൾ നിരീക്ഷിക്കാനും തകർക്കാനും FBI ഡയറക്ടർ കേഷ് പട്ടേൽ രാജ്യവ്യാപകമായി പ്രത്യേക സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക് സിറ്റി, ലോസ് ഏഞ്ചൽസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ജോയിന്റ് ടെററിസം ടാസ്ക് ഫോഴ്സുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസുമായും സംസ്ഥാന ഏജൻസികളുമായി ചേർന്നാണ് ഇവരുടെ പ്രവർത്തനം. മുൻകൂട്ടി അമേരിക്ക ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നതായി വ്യക്തമായ രഹസ്യാന്വേഷണ വിവരങ്ങളൊന്നുമില്ലെന്ന് ഉദ്യോഗസ്ഥർ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ പരമോന്നത നേതാവ് കൊല്ലപ്പെടുകയും സൈനിക നീക്കം ശക്തമായതുമായ സാഹചര്യത്തിൽ നേരിട്ടോ അല്ലാതെയുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ഭീതി വർദ്ധിച്ചിരിക്കുകയാണ്. നിലവിൽ പരസ്യമായി സ്ഥിരീകരിക്കപ്പെട്ടതോ വിശ്വസനീയമായതോ ആയ മുന്നറിയിപ്പുകളൊന്നുമില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ ടെക്സാസിലെ ഓസ്റ്റിനിൽ നടന്ന മാരകമായ വെടിവെപ്പ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. പ്രതി ഇറാനിയൻ ചിഹ്നങ്ങളുള്ള വസ്ത്രം ധരിച്ചിരുന്നതായിട്ടാണ് ആരോപണം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് സ്വയം തീവ്രവാദത്തിലേക്ക് ആകർഷണമായി നടത്തിയ ആക്രമണമാണോ ഇതെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇത്തരം ഭീഷണികൾ വർഷങ്ങളായി രൂപപ്പെട്ടു വരുന്നതാണെന്നും മറിനോ പറഞ്ഞു. കൃത്യമായ പരിശോധനകളില്ലാതെ അതിർത്തി കടന്ന ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർക്കിടയിൽ ഭീകര സംഘടനകൾക്ക് സ്വാധീനമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഉണ്ടാകാമെന്നും ഇത് ഭീഷണി വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വാദിക്കുന്നു. ടെഹ്റാനോ അവരുടെ നിഴൽ രൂപങ്ങളോ, പ്രത്യേകിച്ച് IRGC അല്ലെങ്കിൽ ഹിസ്ബുള്ള, ഹമാസ് എന്നിവയുമായി ബന്ധമുള്ളവർ പുതിയ നിർദ്ദേശങ്ങൾ നൽകാൻ പോലും കാത്തിരിക്കേണ്ടതില്ലെന്നും മറിനോ വിശ്വസിക്കുന്നു. ഖമേനിയുടെ വധം തന്നെ ഇത്തരം ഗ്രൂപ്പുകൾക്ക് ആക്രമണം തുടങ്ങാനുള്ള ഒരു സിഗ്നലായി മാറിയേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. സംഘടിത ഗ്രൂപ്പുകളെക്കുറിച്ചാണ് മറിനോ ആശങ്കപ്പെടുന്നതെങ്കിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളെക്കുറിച്ചാണ് വിരമിച്ച FBI സൂപ്പർവൈസർ സ്പെഷ്യൽ ഏജന്റ് ജേസൺ പാക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ കേന്ദ്രീകൃത സൈബർ സംവിധാനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് digitalwarfare.com-ലെ വിദഗ്ധർ വിശ്വസിക്കുന്നു. ഇതിൽ ഭൂരിഭാഗവും ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നവയായതിനാൽ വലിയ രീതിയിലുള്ള ഒരു ഡിജിറ്റൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷിയെ ഇത് പരിമിതപ്പെടുത്താൻ സാധ്യതയുണ്ട്. എങ്കിലും ഇറാൻ അനുകൂലികളായ സൈബർ പോരാളികൾ ഇതിനോടകം തന്നെ അമേരിക്കയ്ക്കുള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടാകാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബാങ്കുകൾ, പൈപ്പ് ലൈനുകൾ, ആശുപത്രികൾ അല്ലെങ്കിൽ പവർ ഗ്രിഡുകൾ എന്നിവയെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള ഹാക്കിംഗ് ടൂൾ കിറ്റുകൾ ഇവരുടെ പക്കൽ ഉണ്ടാകാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധം എപ്പോൾ എങ്ങനെ അവസാനിക്കുമെന്ന കാര്യത്തിൽ US-ഓ അമേരിക്കയോ വ്യക്തമായ സൂചനകളൊന്നും നൽകാത്തതിനാൽ ഈ സംഘർഷം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ദീർഘകാല പോരാട്ടമായി മാറാനും സാധ്യതയുണ്ട്. അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ മിസൈലുകളേക്കാൾ വലിയ ആശങ്ക ഇപ്പോൾ അമേരിക്കയുടെ അതിർത്തിക്കുള്ളിൽ ഇതിനകം തന്നെ ഒളിച്ചിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ, തീവ്ര ചിന്താഗതിക്കാരായ അനുഭാവികൾ, ഇരുട്ടിലിരുന്ന് രഹസ്യങ്ങൾ ചോർത്തുന്ന സൈബർ പോരാളികൾ തുടങ്ങിയവരുടെ ഭീഷണികളാണ്.